കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇന്നേ വരെയിൽ ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ധരനദിയിൽ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ധരനദിയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ക്രിസ്തു വന്ന് ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടു കൂടി പോയിട്ട് 1 കൊരിന്ത്യർ 15:45 പറയുന്ന പോലെ ആത്മാവായി വന്ന് നമ്മുടെ എല്ലാവരുടെയും വിളിച്ചേവിക്കുന്നു. ഇത് വിശ്വാസത്തോടെ നമ്മൾ കാണുന്നു. ഇപ്പോഴാണെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇന്നിപ്പോൾ എല്ലാവരും കൂടെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത് 2 കൂട്ടുകാർ വന്ന് ഈ കാലിലുണ്ടായിരുന്ന ഈ സാധനങ്ങളെല്ലാം വെട്ടിപ്പറിച്ച് കളയുകയും ചെയ്തപ്പോൾ പിന്നെ നടന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എനിക്ക് സൗഖ്യപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിലെ ഓടിച്ചാടി നടന്നപ്പോൾ ഞങ്ങളാരെങ്കിലും പറഞ്ഞത് കൊണ്ടാണോ, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണോ? എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചാണ്. കാരണം 10 ദിവസം മുമ്പേ എൻ്റെ ഭാര്യ ഇവിടെ പോകാൻ ഒരുങ്ങി. അന്നേരം എന്നെ തള്ളിയിട്ടു. ഇത് സാക്ഷ്യം, കർത്താവിൻ്റെ സാക്ഷ്യം ജനങ്ങളോട് പറയാൻ വേണ്ടി കർത്താവ് എനിക്ക് തന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തു എന്നത് മനസ്സിലായി. ഒപ്പം ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ ലക്ഷക്കണക്കിന് ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ചെമ്പേരിയുടെയും ചെമ്മന്തൂരുടെയും പശ്ചാത്തലത്തിൽ ഇപ്രകാരമുള്ള ഒരു സുവിശേഷത്തിന് വേണ്ടി, ഈ അഗ്നിയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുവാൻ സാധിച്ചല്ലോ. അത് എങ്ങനെയാണെന്ന് കൊച്ചിന് പറയാമോ? ഞങ്ങൾ സാമ്പത്തികമായിട്ടല്ല ഒത്തിരി തകർന്ന് തരിപ്പണമായവരായിരുന്നു. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാനിവിടെ ആദ്യം എനിക്ക് സുഖമില്ലാണ്ട് വരുമായിരുന്നു. അങ്ങനെ രോഗശാന്തി കിട്ടി. ആരോടും പറയാതെ തന്നെ ഞാൻ സ്നാനം എടുത്ത് വീട്ടിൽ പോയി. സാമ്പത്തികമായിട്ട് കടബാധ്യത വന്ന് ലേലം വന്നു, സ്ഥലം ലേലം ചെയ്യുന്നത് വന്നു. പപ്പ ഇരിട്ടിയിൽ സാറിൻ്റെ ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പം കർത്താവ് നിൻ്റെ കടങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിന്നിരിക്കുന്ന സ്ഥലത്ത് ഇന്നും ഞങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്നു. മൂത്ത മകളെ പ്രസവത്തിന് പോലും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. ആ ഡേറ്റിൽ തന്നെയായിരുന്നു ലേലം ഉണ്ടായിരുന്നു. അതിന്നെല്ലാം കർത്താവ് വിടിവിച്ച് ഞങ്ങളെ ഇത്രത്തോളം നിർത്തി. ഞങ്ങൾ വിശ്വാസ സ്നാനം എടുത്തു. 4 വർഷത്തോളമായി കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ശുശ്രൂഷ ജീവിതത്തിലും കൊടുക്കുന്നു. ഇന്നും കടബാധ്യതകളുണ്ട്, എങ്കിലും നമ്മൾക്ക് ലേലം ചെയ്തു പോകാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അനുദിനം പോകുന്നു. വിശ്വാസത്തിൽ യേശുവിനെ മുൻനിർത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിലെ കപ്പിത്താൻ യേശു ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും ഭയപ്പെടുന്നില്ല. കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 94 46 67 59 23. ഈ ഫോൺ നമ്പറിൽ ഈ സത്യസാക്ഷ്യം നെറ്റ് വഴിയോ divine fire.tv വഴിയോ